ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ നമ്മൾ ജുറാസിക് പാർക്കിൽ പോകുന്നതാണ്. പക്ഷേ ഇതൊരു സർപ്രൈസാണ് കേട്ടോ. തന്നെ അറിയത്തില്ലായിരുന്നു ചേട്ടനും ആശയും പിള്ളേരും തായ്ലൻഡിൽ വരുന്ന കാര്യം. സോ ഇതൊരു സർപ്രൈസാണ്. ഈത്തൻ്റെയും പിള്ളേരുടെയും മനസ്സിലുള്ള ആ മുഖത്തുള്ള സന്തോഷം കണ്ട് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിള്ളേർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു നമ്മളിവിടെ മീറ്റപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് ജുറാസിക് പാർക്ക് തായ്ലൻഡിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ജുറാസിക് പാർക്ക് ഒരുമിച്ചാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവർ ജുറാസിക് പാർക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കി വെച്ച് അതൊരു ത്രെഡ്, അതൊരു സ്റ്റോറി ലൈനിൽ കൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ വളരെ എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളൊരു സിറ്റുവേഷനിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഈ കാണുന്ന ഡൈനോസർ ബേബിയാണ്. അതിന് നമുക്ക് തൊടാൻ എന്താ പറയുക പാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി തൊടുകയൊക്കെ ചെയ്തു. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവർ ഡൈനോസോഴ്സിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സീനുകളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതും. ഇതൊരു എന്താ പറയുക, ഇത് വേറെ ഒരു, എനിക്ക് ഈ ഡൈനോസോഴ്സിൻ്റെ ഒക്കെ പേരുകൾ കാണപ്പെടാൻ അറിയില്ല. ബട്ട് ഇതൊരു ഇൻ്ററാക്റ്റീവ് സെഷനായിരുന്നു. അതായത് ഈത്തൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഡൈനോസറുമായിട്ടുള്ള എന്താ പറയുക, ഒരു ഇൻ്ററാക്റ്റീവ് സെക്ഷൻ അത്ര തന്നെ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേർ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നമ്മളിങ്ങനെ ചിന്തിച്ച് പോകും, എന്തൊരു റിയലിസ്റ്റിക്കാണ് ഇപ്പോൾ ഇത് പറയണത്. ഒരു എമർജൻസിയാണ്, എല്ലാവരും ഓടുക, ഡൈനോസോർ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽപ്പില്ലേ, നമ്മളും അങ്ങനെ അറിയാണ്ട് ആ ഒരു സിറ്റുവേഷനായിട്ട് ആയിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഓടുന്നു, നമ്മളത് ചെയ്യുന്നു, ആ ഒരു സ്റ്റോറി ലൈനിലെ ഭാഗമായി മാറും നമ്മൾ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ പോകാൻ മറക്കരുത്. അടിപൊളിയാണ് കേട്ടോ. ഇത് ബാങ്കോക്കിലെ, അതായത് തായ്ലൻഡിലെ ബാങ്കോക്കിലെ ഏഷ്യാറ്റിക് സൈഡിലാണ് ഇത് വരുന്നത്. ഞങ്ങൾ അതിന് ശേഷം അവിടുത്തെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ് ഫാമിലി ടൈം ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ.